സൂപ്പർ ഫോളോവറിനെ തേടിയുള്ള യാത്രയിൽ നമ്മൾ കൊല്ലം ബി പാർക്കിൽ വന്നപ്പോൾ രണ്ടുപേര് എന്നെ കണ്ടുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവരിൽ ആരാണ് നമ്മുടെ സൂപ്പർ ഫോളോവർ, നമ്മുടെ കട്ട ഫോളോവർ എന്ന് നോക്കുക. അവർക്ക് ദേ ഈ കാണുന്ന റിയൽമിയുടെ C73 ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോവാ. രണ്ടുപേര് ഇൻസ്റ്റാഗ്രാം എടുത്തേ, രണ്ടുപേരുടെ ഫോൺ എടുത്തിട്ടുണ്ട്. ചേട്ടൻ KL29 ഫാമിലി ഫോളോ ചെയ്യുന്നുണ്ട്, ബ്രോയും KL29 ഫാമിലി ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഐറിസ് അക്കാഡമി രണ്ടുപേരും ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടുപേര് KL മച്ചാനും ഫോളോ ചെയ്യുന്നുണ്ട്. അമ്മൂസ് ഒഫീഷ്യലും രണ്ടുപേരും ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രോഡ്കാസ്റ്റിനകത്ത് എന്തായാലും രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ അല്ലേ? രണ്ടുപേരും ബ്രോഡ്കാസ്റ്റിനകത്തും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് 5 വീഡിയോയ്ക്ക് രണ്ടുപേരും ലൈക്ക് അടിച്ചിട്ടുണ്ടോ? ലാസ്റ്റത്തെ നമ്മുടെ 2 വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം തൊട്ടുള്ള ഇതിപ്പോൾ ഇട്ട വീഡിയോ നമ്മുടെ ചേട്ടൻ ലൈക്ക് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഫോണാണ്, ഈ ഫോൺ ചേട്ടനെ ബ്രോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 1 2 3 4 5 6 7 8 9 10. ചേട്ടനകത്ത് ഒരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോക്കകത്ത് 1 അതിന് മാത്രം ലൈക്ക് ചെയ്തിട്ടില്ല. 1 2 3 4 5 6 7 8 9 രണ്ടുപേരും ബാക്കിയെല്ലാം കിടപിടയ്ക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഫേസ്ബുക്കിലോ അങ്ങനെ വല്ലതും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഫേസ്ബുക്കിലും ഫോളോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. ഫേസ്ബുക്കിൽ ഇതാണ്ട ഫോളോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ചേട്ടൻ ഫോളോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. ഇതിനകത്ത് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കട്ടയായിരുന്നെങ്കിലും നമ്മുടെ ലാസ്റ്റ് 5 വീഡിയോ എന്ന് പറഞ്ഞതിനകത്ത് നമ്മുടെ മച്ചാൻ്റെ പേര് എങ്ങനെ, രാഹുലാണ് ആ ഒരു മാനദണ്ഡം പാലിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്നിട്ടേക്കുന്ന വീഡിയോ സഹിതം രാഹുൽ കണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട്, ചേട്ടൻ അത് കണ്ടില്ല. യൂട്യൂബിലും ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ആ വീഡിയോ കണ്ടില്ല, സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് അത് കണ്ടില്ല. അല്ലായിരുന്നുണ്ടെങ്കിൽ കിട്ടേനെ. എന്നിട്ട് ബ്രോയ്ക്ക് കൊടുക്കട്ടെ. ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഏകദേശം 4ാമത്തെ 5ാമത്തെ ഫോണാണ്. ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് കൊടുക്കുമെന്നും പറഞ്ഞ് ഈ ഫോൺ കൊണ്ട് നടക്കുന്നതല്ലാതെ കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്തായാലും അങ്ങനെ കമൻ്റ് ഇട്ടവർ ഒന്ന് സൂക്ഷിച്ച് കണ്ടോളൂ, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ. ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കും. അതാണ് ഇതാണ് ഫോൺ. ഇതാണ് സാധനം, ബ്ലാക്ക് ആണ്. എങ്ങനെയുണ്ട് സാധനം? ഇഷ്ടപ്പെട്ടോ? എന്നാലും കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അന്ന് ചേട്ടൻ ഒത്തിരി കൊണ്ട് കാത്തിരിക്കുവായിരുന്നു. ഞാനൊരു 12 മണിയൊക്കെ ഇവിടെ കൊല്ലത്തെ പരിസരത്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കയറിയപ്പോൾ അങ്ങോട്ട് അവിടെ കളിയും കണ്ടിട്ട് വെയിറ്റ് ചെയ്തു. ബ്രോ പോകുന്നു? ഞാൻ രാവിലെ വന്നേ മൊത്തം ഒന്ന് കറങ്ങി ബീച്ചിൽ പോയിട്ട് എനിക്ക് അത്ഭുതം തോന്നിയെന്നറിയാം. കായംകുളത്തുനിന്ന് വന്നേന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് സത്യത്തിൽ അത്ഭുതമായി പോയത് കേട്ടോ. എന്തായാലും ഹാപ്പി അല്ലേ? സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. ഷാജി ചേട്ടൻ നമ്മളെ കാത്ത് 12 മണിക്ക് വന്നേ അല്ലേ? 12 മണിക്ക് വന്നേ. ഷാജി ചേട്ടന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. വല്ലതും കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക്? ഞാൻ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. 12 മണി തൊട്ട് കാത്തിക്കുക. ഇവിടെ വരുമെന്ന് എങ്ങനെ തോന്നി? കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് 12 മണി തൊട്ട് വന്നിരിക്കുക ഇവിടെ. എന്തായാലും ഷാജേട്ടൻ വെറും കൈയോടെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടമായി. പക്ഷേ സൂപ്പർ ഫോളോവർ എന്ന് പറഞ്ഞ മാനദണ്ഡം പാലിച്ചാപ്പായിന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവന് കൊടുത്തു. എന്തായാലും നാണ്ടെ 2 എയർപോഡ് ചേട്ടൻ വെച്ചോ. വൈഫ് ചേട്ടൻ വരാതെ കഴിക്കത്തുമില്ല. ഇല്ല, എൻ്റെ ഈ പൈസ കൂടെ വെച്ചോ. ഇല്ല, ഇത് വെച്ചോ. ഞങ്ങളുടെ ഒരു സന്തോഷം, എൻ്റെ ഒരു ഫോളോവറിന്റെ സന്തോഷമാണ്. ആരുടെ സന്തോഷം? നമ്മുടെ സന്തോഷം, നമ്മുടെ ഫോളോവറിന്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഷാജിട്ട് ഹാപ്പി അല്ലേ? ഓക്കെ, ഇനി തന്നെ വീണ്ടും കാണാം. ശരി.